ഇത് മാസ് മോട്ടോഴ്സിലാണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് നിലവിൽ അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ മാറ്റാനും ബ്രേക്ക് ചെക്കപ്പിനായിട്ടാണ് വണ്ടി വന്നതാണ്. ആക്സിലേറ്റർ കേബിൾ നമ്മളിപ്പോൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. കേബിൾ നല്ല രീതിയിൽ അതിൻ്റെ ഔട്ടറൊക്കെ പൊട്ടിയാണ് ഇരുന്നത്. അപ്പോൾ അത് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്കിൻ്റെ കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ 2 ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റിയിട്ട് കേബിൾ മാറ്റിയിടേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഈ ബ്രേക്ക് മാക്സിമം ലൈനർ അഡ്ജസ്റ്റിങ്ങിലേക്ക് നിൽക്കണേ. തന്നെയല്ല കേബിൾ ഔട്ടർ വലിഞ്ഞേക്കുന്നതുണ്ടോ. ഓൾറെഡി ബ്രേക്ക് പിടിച്ചേക്കണ പോലെയാണ് ഇവിടെ കേബിൾ നിൽക്കുന്നത് കേട്ടോ. ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെ അത്ര ലോഡായിട്ട് നിൽക്കുക. അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റിയിടണം. അതിന് ശേഷം വേണം ഈ കേബിൾ മാറ്റണം. അപ്പോഴാണ് ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറും അഡ്ജസ്റ്റിങ് പരമാവധി മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് കിടക്കുക. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് അഴിച്ച് മാറ്റി വരും. ഫ്രണ്ടിലത്തെ കേബിളുകൾക്ക് കുഴപ്പമില്ല, ലൈനർ മാറ്റിയിട്ടാലാണ് അത് റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ, അല്ല ഫ്രണ്ട് ബ്രേക്ക് ലൈനർ, ബാക്ക് ബ്രേക്ക് ലൈനറും ബാക്കിലത്തെ കേബിൾ ഇത്ര ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമുക്ക് റിപ്ലൈ കിട്ടിയിട്ട് നിങ്ങൾ പറയണനുസരിച്ച് എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ട കംപ്ലയിൻറ്റ് ആ രീതിയിൽ നമുക്ക് പറഞ്ഞോളൂ. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻറ്റ്സുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ.